വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ലാസ്റ്റ് ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് വരുന്ന വീഡിയോ സീരീസ് ഡീകോഡിംഗ് മാർക്കറ്റ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലാസ്റ്റ് നമ്മൾ ഡീകോഡിംഗ് മാർക്കറ്റ് പാർട്ട് 2 നമ്മൾ അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡീകോഡിംഗ് മാർക്കറ്റ് 3, അതായത് ഡീകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ ഡൈനമിക്സ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത രീതിയിൽ നമ്മളൊന്ന് തിരിച്ചെഴുതാണ്. അപ്പം ലാസ്റ്റ് വീക്കിൽ നമ്മൾ പഠിച്ചെന്താണ്, ഈ ഒരു പാറ്റേൺ മാർക്കറ്റ് ഫോം ചെയ്യുമ്പോൾ ഈ പാറ്റേണിലാണ് നമ്മുടെ എൻട്രി സെനാരിയോ ഫോം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. സോ എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ലോ ഈസ് ക്രിയേറ്റഡ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഓൺ എ ട്രെൻഡിങ് മാർക്കറ്റ് എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ലോ ഈസ് ക്രിയേറ്റഡ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹൈ ഈസ് ക്രിയേറ്റഡ്, ലോ ഈസ് ക്രിയേറ്റഡ്. അപ്പോൾ ആ രണ്ട് സംഭവം ഒരുപോലെ വരണം. അതിനുശേഷമാണ് ബാക്കിയുള്ള പ്രൈസ് മാനിപ്പുലേറ്റീവ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ലോ ഈസ് ക്രിയേറ്റഡ്, ആദ്യം അത് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. സോ അതിനുശേഷം ഹൈ ഈസ് ടേക്കൺ. എക്സാക്ട്ലി വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹൈ ഈസ് ടേക്കൺ എന്ന് പറയുന്നതിനകത്ത് ഇതിലെ ഹൈ, നമ്മുടെ ഈ വന്നിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത്, ഇതാണ് അതിൻ്റെ ഹൈ എന്ന് പറയുന്നത്, അല്ലേ? ഇതിലെ ഇതിൻ്റെ ഹൈ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഹൈ, ഇതിൻ്റെ ലോ, അല്ലേ? ഈ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെയും ലോ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെയും ഇതിൻ്റെ ലോ ഇതാണ്. എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ലോ ഈസ് ക്രിയേറ്റഡ് എന്നാണല്ലോ പറയുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ പറയുന്നത് ഹൈയും ലോയും ക്രിയേറ്റ് ചെയ്തു. ഹൈ ഈസ് ടേക്കൺ ആൻഡ് ലോ ഈസ് ടേക്കൺ എന്ന് പറഞ്ഞാൽ ഹൈയുടെ മുകളിലെ പ്രൈസ് ട്രേഡ് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം ഇതൊരു ടൈപ്പ് ഓഫ് ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഹൈ ഈസ് ടേക്കൺ എന്ന് പറയുന്നത് നമ്മൾ ഈ അതിനകത്ത് ഇംപ്ലൈഡ് മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈ ഈസ് ടേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നാച്ചുറലി എന്താണ് സംഭവിക്കുന്നത്, അവിടെ കുറേ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഇവിടെ പ്ലേസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ കുറേ ബഞ്ച് ഓഫ് ഫ്രഷ് ഓർഡേഴ്സ്, ഒത്തിരിയധികം ഓർഡേഴ്സ് വരും ഇവിടെ. അതുപോലെ തന്നെ ആ ഓർഡേഴ്സ് ക്യുമുലേറ്റ് ചെയ്യപ്പെടും. ബിക്കോസ് ഈ ഏരിയ ഹൈയും ലോയും ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെ നമ്മുടെ മാർക്കറ്റിൽ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും പല ഏരിയയിൽ നിന്നും മേടിക്കാൻ താല്പര്യപ്പെടും. അപ്പോൾ അവർ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും, നോർമൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും, ഫ്രഷ് ആയിട്ട് വരുന്നവർ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെ ഈ എല്ലാ ഏരിയയിലും അങ്ങനത്തെ ഹൈയും ലോയും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ ഏരിയയിലും എല്ലാവർക്കും താല്പര്യമാണ് പ്രൈസിൻ്റെ സ്ട്രക്ചർ അവിടെ വരുമ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്താൻ വേണ്ടിയിട്ട്. സോ ഈ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ഹൈ ഈസ് ടേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഓർഡേഴ്സ് ഇവിടുത്തെ ഓർഡർ അക്യുമുലേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി ഗ്രാബിംഗ് എന്ന് പറയും. ലിക്വിഡിറ്റി ഗ്രാബിംഗ് അപ്പം ലോ ഈസ് ടേക്കൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി ഗ്രാബിംഗ്. സോ നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ ഒത്തിരി നാളായിട്ട് ഓൾറെഡി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഹൈ ഈസ് ടേക്കൺ ആൻഡ് ലോ ഈസ് ടേക്കൺ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ, ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഇങ്ങനെ നോക്കുകയാണ്, അതിൻ്റെ ഹൈ ഈസ് ടേക്കൺ ആൻഡ് ദ ലോ ഈസ് ടേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻഡിലിൻ്റെ താഴെ വന്നിരിക്കുന്ന ഓർഡേഴ്സും അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന ഓർഡേഴ്സും ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്ത് ഓൾറെഡി ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് അവിടെ ഇനി ഒന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പം ഹൈ ഈസ് ടേക്കൺ, ലോ ഈസ് ടേക്കൺ എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് എ ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ ഓർ ലിക്വിഡിറ്റി കളക്ഷൻ പോയിന്റ്സ് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സെനാരിയോ ആണ് ഈ ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റിൽ കൂടെ നടക്കുന്നത്. അതാണ് നമ്മൾ പഠിച്ചേക്കുന്ന ലെസണിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ഒരു പോയിന്റ് ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അതിനുശേഷം ഞാൻ വീഡിയോ ഒന്നും കൂടെ പ്ലേ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇച്ചിരി ഒരു ക്ലാരിറ്റിയിൽ അത് പറഞ്ഞ് തീർക്കാമായിരുന്നു. ഇനി നോ പ്രോബ്ലം. നമ്മൾ ഡീകോഡിംഗ് 3 സീരീസിൽ എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് നിൽക്കുന്നത് ഹൈ ഈസ് ടേക്കൺ ആൻഡ് ലോ ഈസ് ടേക്കൺ, high is created, low is created and the high is taken, liquidity already taken, and the low is taken, all the liquidity beside this one അതും taken and run up to mitigate and run down. ഇതാണല്ലോ നമ്മുടെ. അതുപോലെ തന്നെ ഓൺ എ ഡിക്രീസിങ് ട്രെൻഡ്, ഇതൊന്നും കൂടെ റിവൈസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ കേട്ടോ, നമ്മളിത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പോകണം. അതുകൊണ്ട് അപ്പോൾ ഓൺ എ ഡൗൺ ട്രെൻഡിൽ ഇതുപോലത്തെ ആക്ടിവിറ്റി പിന്നെയും വരുവാണ്. എ ലോ ഈസ് മെയ്ഡ് ആൻഡ് ഹൈ ഈസ് മെയ്ഡ് ആൻഡ് എ ലോ ഈസ് മെയ്ഡ് ആൻഡ് എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ലോ ഈസ് ടേക്കൺ. ഈ ലോ അല്ല ആദ്യം ക്രിയേറ്റ് ചെയ്തത്, ആ ലോ ഈസ് ടേക്കൺ ഇവിടുത്തെ ലിക്വിഡിറ്റി കംപ്ലീറ്റ് എടുത്തു എന്നാണ് പറയുന്നത് ആ സോങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ലിക്വിഡിറ്റി ഉണ്ടല്ലോ, ആൻഡ് ദ ഹൈ ഈസ് ടേക്കൺ ആൻഡ് എ റൺ ഡൗൺ ടു മിറ്റിഗേറ്റ്. എന്തെങ്കിലും ഇവിടെ ഫെയർ വാല്യൂ ക്യാപ്പ് എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും ഏരിയ പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുകളിലേക്ക് പിന്നീട് ഉള്ള സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റ് മുകളിലേക്ക് മാർക്കറ്റ് പോകുന്നത്. സോ വി ആർ സ്റ്റാർട്ടിങ് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് നേച്ചർ ഓഫ് മാർക്കറ്റ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റേണൽ വേഴ്സസ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഇൻ ചാർട്ട്. സോ നമ്മളിപ്പം ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് നോക്കുന്നത്, ഈ ഒരു സ്ട്രക്ചറിൽ നോക്കുമ്പോഴത്തേനും നമ്മൾ
നമ്മളൊരു എൻട്രി ഫോം ചെയ്യുമ്പോഴത്തേനും നമ്മൾ മനസ്സിലാക്കണം മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ ഡൈനമിക്സിൽ മാർക്കറ്റ് നമ്മളെ ഗ്രാഫിൽ കൂടെ ഓൾറെഡി ഇവിടെ ഹാപ്പൻ ചെയ്ത ആക്ടിവിറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഓൺ എ ബിഗ്ഗർ ടൈം ഫ്രെയിം നമ്മൾ എപ്പോഴും നോക്കുന്നത് വലിയ ടൈം ഫ്രെയിമിലാണ് ആദ്യം നമ്മളുടെ എൻട്രി പ്ലാനിങ്ങിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ നമുക്കൊന്നും നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഡിഫറെൻറ്റ് വ്യൂ ആ സമയത്ത് ഫോം ചെയ്യും. അത് അന്നേരത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ മൂവ്മെൻറ്റും അതുപോലെ തന്നെ കുറേ അധികം കാര്യങ്ങൾ വോളിയത്തിൻ്റെ ആക്ടിവിറ്റി ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയ ശേഷം അപ്പം നമ്മൾ വ്യൂ മാറ്റും. പക്ഷേ ബിഗിനേഴ്സ് ആയ നിങ്ങളെ സംബന്ധിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ്ങർ ടൈം ഫ്രെയിമിൽ നമ്മൾ ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഹാപ്പൻ ചെയ്ത് വന്നിരിക്കുന്ന ആക്ടിവിറ്റി ഒരു 1 hour ചാർട്ടിൽ നമ്മൾ നോക്കുമ്പം എന്താണ് സംഭവം? ഇവിടെ നമ്മൾ നോക്കുന്ന 1 hour ചാർട്ടിൽ നമ്മൾ നോക്കുന്നത് ഈ 1 hourൻ്റെ ആക്ടിവിറ്റിക്കകത്ത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ബുള്ളിഷ് ആണോ ബെയറിഷ് സ്ട്രക്ചർ ആണോ ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ 1 hourൻ്റെ ചാർട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെയായിരിക്കും. അതേസമയം ഈ സെയിം 1 hourൻ്റെ ചാർട്ട് നമ്മൾ 1 മിനിറ്റിലോ 3 മിനിറ്റിലോ ഓർ 5 മിനിറ്റിലോ ഇറ്റ് ക്യാൻ ബി 1 മിനിറ്റ്, ഇറ്റ് ക്യാൻ ബി 3 മിനിറ്റ്, ഇറ്റ് ക്യാൻ ബി 5 മിനിറ്റ് ഓർ ഇറ്റ് ക്യാൻ ബി 15 മിനിറ്റ്സ് ഓൾസോ. അത് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച്. അപ്പോൾ ഏത് ടൈം ഫ്രെയിമിലാണെങ്കിലും നമ്മൾ ഈ 1 hourൻ്റെ ചാർട്ട് നമ്മൾ തിരിച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. അതിനകത്തെ പ്രൈസ് ആക്ഷൻ ഈ ഒരു ചോപ്പി പ്രൈസ് ആക്ഷനിലായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതും മനസ്സിലാകണം, നമുക്ക് ഈ 1 hourൻ്റെ ആക്ടിവിറ്റി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണം. അപ്പം ഈ 1 hourൻ്റെ ചാർട്ടിൻ്റെ ഡയറക്ഷൻ എന്താണോ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ഇഫ് ദർ ഇസ് എ ഫൈറ്റ് ബിറ്റ്വീൻ എ ബിഗ്ഗർ ടൈം ഫ്രെയിം ആൻഡ് എ സ്മോളർ ടൈം ഫ്രെയിം ഓൾവേസ് എ ബിഗ്ഗർ വൺ വിൻസ് എന്നാണ് മാർക്കറ്റിൻ്റെ പൊതുവെയുള്ള തത്വം. അതാണ് തിയററ്റിക്കൽ പാർട്ട്. അതായത് വലിയ ഒരു ടൈം ഫ്രെയിം എടുത്ത് വെച്ചിട്ട് നമ്മൾ ആ വലിയൊരു ടൈം ഫ്രെയിമിൽ എന്ത് ആക്ടിവിറ്റിയാണ് നടക്കുന്നത്, അതായത് ദിസ് ഈസ് എ ബുള്ളിഷ് ട്രെൻഡ്. അപ്പോൾ ഈ 1 hour ചാർട്ടിൽ ഓർ ഡേ ടൈം ഫ്രെയിമിൽ ഓർ മന്ത്ലി ടൈം ഫ്രെയിമിൽ ഓർ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ കാണുന്ന മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഏതാണോ ആ ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ മൈനർ ടൈം ഫ്രെയിമിൽ നടക്കുന്ന ആക്ടിവിറ്റിയും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവർ പേരും കൂടെ തമ്മിൽ ഒരു യുദ്ധം വരുവാണെങ്കിൽ ആ യുദ്ധത്തിൽ എപ്പോഴും വിജയിക്കുന്നത് 1 hourൻ്റെ ടൈം ഫ്രെയിം ആയിരിക്കും, അല്ലെങ്കിൽ മന്ത്ലി ആയിരിക്കും, അല്ലെങ്കിൽ വീക്ക്ലി ആയിരിക്കും, അല്ലെങ്കിൽ ഡെയിലി ആയിരിക്കും. ഏതാണോ കൂടുതൽ ടൈം ഫ്രെയിം നമ്മൾ അനലൈസിസിന് വേണ്ടി എടുക്കുന്നത് അതിൽ ബിഗ്ഗർ ടൈം ഫ്രെയിം ആയിരിക്കും ഓൾവേസ് വിൻ ചെയ്യുന്നത്. ബിക്കോസ് അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത് ഈ 1 മിനിറ്റിലെ ആക്ടിവിറ്റിയാണ്, ആക്ടിവിറ്റിയുടെ ആകത്തുകയാണ് ഈ 1 hourലെ ചാർട്ടിൻ്റെ കംപ്ലീറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 മിനിറ്റിലെ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ആകത്തുകയാണ്. അതായത് ആകത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്മേഷൻ അല്ല കേട്ടോ. അതായത് ജനറലി നമ്മൾ പറയത്തില്ലേ മൊത്തത്തിൽ അങ്ങനെ ആയിരിക്കും എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ 1 മിനിറ്റിലെ അതായത് വെൻ ദർ ഇസ് എ മൊമെൻറ്റം ഇൻ 1 minute ആൻഡ് ദിസ് 1 minute മൊമെൻറ്റം ഈസ് അക്യുമുലേറ്റഡ് ആൻഡ് കൺസോളിഡേറ്റഡ് ഇൻ ദ 1 hour ചാർട്ട്. മനസ്സിലായോ? അതായത് ഇവിടുത്തെ സ്മോളർ ടൈം ഫ്രെയിമിൽ നടക്കുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു 1 hour ദ ബിഗ്ഗർ ടൈം ഫ്രെയിം. അതിൻ്റെ ആകത്തുകയാണല്ലോ ഈ 1 hour എന്ന് പറയുന്നത്. അപ്പം 1 മിനിറ്റിൽ എന്തോരം പ്രൈസ് ആക്ഷൻ എന്തോരം സ്ട്രോങ് ആയിട്ട് ട്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു റിഫ്ലക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇവിടെ നടക്കുന്ന ഈ പ്രൈസ് ആക്ഷൻ്റെ മൊത്തത്തിലുള്ള ജനറൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൈസ് 1 hour ചാർട്ടിൻ്റെ ഡയറക്ഷണൽ സിനോപ്സിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ബുള്ളിഷ് ട്രെൻഡ്. അതാണ് അതിനകത്തെ കാര്യം. അപ്പം നമ്മളിവിടെ നോക്കുന്നത് ഇന്റേണൽ വേഴ്സസ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി. അപ്പം നമുക്കിവിടെ നമ്മുടെ മാർക്കറ്റിൽ എപ്പോഴും പറയും നമ്മൾ ട്രെൻഡിന് അഗനിസ്റ്റ് ട്രേഡ് ചെയ്യരുത്, കൗണ്ടർ ട്രേഡിങ് ചെയ്യരുത്, അങ്ങനെ പല കാര്യങ്ങൾ ഇപ്പോൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റിയാണ് മാർക്കറ്റിൽ. ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമല്ല നമുക്ക് മാർക്കറ്റിലുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇന്റേണൽ വേഴ്സസ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഇൻ ദ ചാർട്ട്. സോ ഇപ്പോൾ 1 hourൻ്റെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് ഇവിടെ മാർക്കറ്റ് ഇവിടെ വന്നു, അതിനുശേഷം ഇവിടെ നിന്ന് പ്രൈസ് ആക്ഷൻ നേരെ താഴേക്ക് പ്രൈസ് ട്രേഡ് ചെയ്തത്. മാർക്കറ്റ് ഒരിക്കലും 1 ഡയറക്ഷനിൽ ഒരിക്കലും ഇങ്ങനെ കയറി പോകത്തില്ല, 1 ഡയറക്ഷനിൽ ഇങ്ങനെ കയറി പോകത്തില്ല, ഒരിക്കലും കയറി പോകത്തില്ല. സം ഒക്കേഷനിൽ ഒരു സിംഗിൾ ക്യാൻഡിലിൽ അവിടെ പ്രൈസ് ആക്ഷൻ കയറി പോവാം, പക്ഷേ അതിനും കറക്ഷണൽ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പം ആ കറക്ഷണൽ മൂവ്മെൻറ്റ് വരുന്നത് എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് ഇവിടം വരെ മാർക്കറ്റ് വന്നു, അതിനുശേഷം ഇവിടെ നേരെ പ്രൈസ് ആക്ഷൻ താഴേക്ക് വരുന്നു. ഇവിടെ താഴേക്ക് വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് എന്താണ്? ഈ ഒരു പോയിന്റും നമ്മളുടെ ഈ ഒരു പോയിന്റും ഇതാണല്ലോ എൻ്റെ ഹൈ എന്ന് പറയുന്നത്. ബിക്കോസ് ഇത് 1 hourൻ്റെ ഹൈ, ഇത് 1 മിനിറ്റിൻ്റെ 1 hourൻ്റെ മാക്സിമം ഹൈ, ഇതാണ് ഈ ചാർട്ട്. അപ്പോൾ ഈ 2 പോയിന്റും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി പ്രകാരം എന്തായിരിക്കും വരുന്നത്? ഇവിടുന്ന് നമുക്ക് സെല്ലിങ് നടത്തണമെങ്കിൽ എന്താണ് നമുക്കിവിടെ ഈ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു പാറ്റേണിക് മൂവ്മെൻറ്റ് അവിടെ റിപ്പീറ്റ് ചെയ്യപ്പെടണം. സോ എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ഹൈ ഈസ് ടേക്കൺ ആൻഡ് ദ ലോ ഈസ് ടേക്കൺ ആൻഡ് ഇവിടെ എൻട്രി ആൻഡ് റൺ അപ്പ് ടു മിറ്റിഗേറ്റ് അല്ലേ, ടു മിറ്റിഗേറ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ
സെല്ലിംഗ് സൈഡ് എൻട്രി വരുന്നതെന്ന് പറയുന്നത് ഇവിടെ. അപ്പം ഈ 1 അവർ ചാർട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ട് 1 മിനിറ്റിലേക്ക് നമ്മൾ സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കേണ്ടത് എന്താണ്, ഇവിടുത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള എൻട്രി നമുക്കിവിടെ ഫോം ചെയ്യുന്നത് എന്ന് പറയുന്നത്. സോ എല്ലാ പോയിന്റുകളിലും ഈ പോയിന്റ് എല്ലാ പോയിന്റുകളിലും ദിസ് പാറ്റേണിക് മൂവ്മെന്റ് ഹാസ് ടു ബി എമേർജ്ഡ്. അതിന് നമ്മൾ സമയം കൊടുക്കണം. ആ ഒരു പാറ്റേണിക് മൂവ്മെന്റ് ആ ഒരു പോയിന്റിൽ എമേർജ് ചെയ്യാൻ, അതായത് അവിടെ ജനറേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു സമയം കൊടുക്കണം. ആ സമയം കൊടുത്തതിന് ശേഷം അത് ഫോം ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത്, എൻട്രി എടുക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു ബുള്ളിഷ് സെനാരിയോയിൽ മാർക്കറ്റിൽ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് ദിസ് ഈസ് എ പാർട്ട് ഓഫ് ഇന്റേണൽ ലിക്വിഡിറ്റി എന്ന് പറയും. ദിസ് ഈസ് എ ഇന്റേണൽ ലിക്വിഡിറ്റി. സോ അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ ഇന്റേണൽ ലിക്വിഡിറ്റി മൂവ്മെന്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്റേണൽ ലിക്വിഡിറ്റി മൂവ്മെന്റ് ഈസ് ഓൾവേസ് ലിമിറ്റഡ് ഇൻ ദ ബുള്ളിഷ് സെനാരിയോ, ബിക്കോസ് അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ മസ്റ്റായിട്ടും നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഓൺ എ ബുള്ളിഷ് മോഡ് വിൽ ബി yielding മോഡ്. ഇതാണ്, അതായത് ബുള്ളിഷ് സെറ്റപ്പ്. നമ്മൾ ട്രേഡ് സെറ്റപ്പാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ബുള്ളിഷ് സെറ്റപ്പിൽ നമ്മളെ സംബന്ധിച്ച് ബുള്ളിഷ് സെറ്റപ്പിൽ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ബുള്ളിഷ് സെറ്റപ്പിൽ ഇതിൽ നമ്മൾ ബെയറിഷ് എൻട്രി എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് ദർ ഈസ് രണ്ട് സൈഡിലേക്ക് എൻട്രി ഉണ്ട്. അപ്പം ബുള്ളിഷ് മോഡിലും ബെയറിഷ് മോഡിലും നമ്മൾ എൻട്രി എടുക്കുമ്പോൾ ബുള്ളിഷ് സെറ്റപ്പിൽ നമ്മൾ ബുള്ളിഷ് സൈഡിലേക്കുള്ള ബൈ ആൻഡ് സെൽ ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി yielding മോർ, ബിക്കോസ് നമ്മളുടെ ചാർട്ട് ഈസ് ഷോയിങ് യു എ ബുള്ളിഷ് സെറ്റപ്പ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മോസ്റ്റ് പ്രോബബിൾ ഹൈ ക്വാളിറ്റി ട്രേഡ് സെറ്റപ്പ് കൂടുതൽ നമുക്ക് ലാഭം തരുന്നത് അല്ലെങ്കിൽ കൂടുതൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നത് ബുള്ളിഷ് സെറ്റപ്പിലായിരിക്കും. ബുള്ളിഷ് സെറ്റപ്പല്ല, ചാർട്ടിൻ്റെ പാറ്റേൺ നമുക്ക് ബുള്ളിഷ് ആണെങ്കിൽ അതിൽ നമുക്ക് ബുള്ളിഷ് സെറ്റപ്പിലായിരിക്കും കൂടുതൽ നമുക്ക് എപ്പോഴും yielding തരുന്നത്. അതേസമയം ബെയറിഷ് സെറ്റപ്പിൽ ഇത് റിവേഴ്സൽ ആയിട്ടല്ല, ബെയറിഷ് സെറ്റപ്പിൽ നമുക്ക് അത്രയും yield നമുക്ക് കിട്ടത്തില്ല മാർക്കറ്റിൽ. അപ്പോൾ എപ്പോഴും നമുക്ക് ബുള്ളിഷ് സെറ്റപ്പ് ആയിരിക്കും കൂടുതൽ നമുക്ക് yield തരുന്നത്. സോ ഇവിടുന്ന് നമ്മൾ ഈ പാറ്റേണിക് മൂവ്മെന്റ് ഇവിടെ നമ്മൾ എമർജ് ചെയ്തതിന് ശേഷം ഈ ഒരു എൻട്രി എടുക്കുമ്പം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഒരിക്കലും ഈ ഒരു ബ്രേക്ക് വരുകയില്ല എന്ന് നമ്മൾ മനസ്സിൽ കൊണ്ടുപോകണം. ബിക്കോസ് ദ ടാർഗറ്റ് വിൽ ബി വെരി സ്മോൾ. ബിക്കോസ് ഇതെന്ന് പറയുന്നത് ഈ ഒരു മൂവ്മെന്റ് ഇറ്റ് വിൽ ബി ടാർഗറ്റിംഗ് ദ ഇന്റേണൽ ലിക്വിഡിറ്റി. ഇന്റേണൽ ലിക്വിഡിറ്റി എവിടെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ടാർഗറ്റ് ചെയ്യുന്നത്? ബിക്കോസ് ഇവിടെ സം കോൺഫ്ലുവൻസിങ് ഏരിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാർക്കറ്റ് ആ ഏരിയയിൽ ടാർഗറ്റ് ചെയ്തിട്ടാണ് അടുത്ത ആക്ടിവിറ്റി മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആകും എന്ന് നമ്മൾ വിചാരിക്കരുത്. അതാണ് അതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം ഇവിടെ വരുമ്പോഴത്തേനും ഇന്റേണൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിനുശേഷം ഇവിടുന്ന് ഒരു ഫൈൻഡിങ് ഏരിയ വന്ന് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ എന്താണ് നോക്കുന്നത്? ഈ ഒരു ഏരിയയിൽ ഇന്റേണൽ ലിക്വിഡിറ്റി ടാർഗറ്റ് ഇവിടെ വന്ന് മീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ എൻട്രി ഫിനിഷ്, അവിടുത്തെ എൻട്രി സെനാരിയോ ഈസ് ഓവർ. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടെ ഒരു ബ്രേക്കപ്പ് സ്ട്രക്ചർ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കണ്ടവാനും ചേഞ്ച് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, ആകെ മാർക്കറ്റിന്റെ സ്ട്രക്ചർ ബ്രേക്ക് ആയി അത്ര ഓർത്താൽ മതി, അത്രയും പേരൊന്നും കൊടുത്താൽ മതി, വേറെ ഒന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ബ്രേക്കപ്പ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് സ്ട്രക്ചർ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ചേഞ്ച്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മൾ ആപ്പാടെ കോംപ്ലിക്കേറ്റഡ് ആക്കി ആപ്പാടെ നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു വിഷമമായിരിക്കും. ഇത് എന്താ നമ്മൾ പറയുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല. സോ ഒറ്റ കാര്യമേ ഉള്ളൂ, മാർക്കറ്റിന്റെ സ്ട്രക്ചർ ബ്രേക്ക്, ഫോൾ ഡൗൺ, മാർക്കറ്റിന്റെ സ്ട്രക്ചർ ബ്രേക്ക് അഗെയിൻ വെന്റ് അപ്പ്, തീർന്ന കാര്യം. അതുപോലെ തന്നെ പുൾ ബാക്ക്, ഒരു കാര്യം റിട്രേസ്മെന്റ്, ഇങ്ങനെ കണ്ടവാനും ടേംസ് ഉണ്ട്, ഇൻഡ്യൂസ്മെന്റ്, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊന്നും നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോരെ. ബിക്കോസ് അൾട്ടിമേറ്റ്ലി വാട്ട് യു വാണ്ട് ടു ഡു, യു വാണ്ട് ടു ട്രേഡ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ഗെറ്റ് സം മണി, ദാറ്റ്സ് ഇറ്റ് അല്ലേ? നമ്മളെ സംബന്ധിച്ച് കുറച്ച് പൈസ എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു ചെറിയൊരു ടാർഗറ്റ്, അല്ലെങ്കിൽ ഒരു ഡീസൻറ്റ് ടാർഗറ്റ് നമ്മൾ ഒരു കുറേ നേരം പഠിച്ചു നമ്മൾ അതിന് വേണ്ടിയിട്ട് 1-2 ട്രേഡ് നമ്മൾ ട്രൈ ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്, വേറെ ഒന്നുമില്ല ഇതിനകത്ത് മാർക്കറ്റിൽ. അപ്പം നമ്മൾ നോക്കുന്നത് സിമ്പിളായിട്ട് മതി, സ്ട്രക്ചർ ബ്രേക്ക് എന്നങ്ങ് പറഞ്ഞേക്കാം, കാര്യം കഴിഞ്ഞില്ലേ. അപ്പം ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് ഒരു ഏരിയ കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് എ ലോ ഇസ് മെയ്ഡ്, എ ഹൈ ഇസ് മെയ്ഡ് ആൻഡ് ദ ലോ ഇസ് ടേക്കൻ ആൻഡ് ദ ഹൈ ഇസ് ടേക്കൻ അല്ലേ? ഹൈ ഇസ് ടേക്കൻ എന്ന് പറയാൻ മനസ്സിലായി. ഇവിടെ ഇതാണ് ഹൈ. സോറി, ഇത് നമുക്ക് ഇച്ചിരി ചെറുതാക്കാം. എ ഹൈ ഇസ് മെയ്ഡ് ആൻഡ് എ ലോ ഇസ് മെയ്ഡ്. ലോ ഇവിടെ ഉണ്ടല്ലോ, ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എ ഹൈ ഇസ് മെയ്ഡ് ആൻഡ് ഇതിനകത്ത് ഇന്റേണൽ സ്ട്രക്ചറിൽ ഇങ്ങനെ ചെറിയ ഹൈ ലോയൊക്കെ വരും.
പക്ഷേ നമ്മൾ നോക്കുന്ന മെയിൻ ഹൈ ലോയാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ കൺഫ്യൂഷൻ പിടിച്ച് പോകരുത്. എവിടെയാ ഹൈ എവിടെയാ ലോ എന്ന് നമ്മൾ പറഞ്ഞു പോകല്ലേ. അതായത് ഒരു ഫിലിമിനകത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്, ക്ലച്ച് എവിടെ ബ്രേക്ക് എവിടെയെന്ന് ചോദിച്ചാൽ അന്ന് പറഞ്ഞ പോലെ ആയി പോകരുത്. സോ യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് വെരി വെൽ. ഞാനത് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഹൈ എവിടെ ലോ എവിടെ നമ്മൾ ചോദിക്കുമ്പോൾ ദാറ്റ് മീൻസ് യു ഹാവ് നോട്ട് പ്രാക്ടീസ്ഡ് വെൽ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹൈ ആൻഡ് ലോ. മനസ്സിലായോ? സോ നമ്മളുടെ ചാനലിലോട്ട് തിരിച്ചിങ്ങോട്ട് വരിക. ഇവിടെ അലൈൻമെൻറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് വീഡിയോ അതേതാണ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇത് നോക്കി സമയം കളയണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ 114 വീഡിയോ ഉണ്ട്, എല്ലാം കാണണം. ട്രേഡ് സെറ്റപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ചോദിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഹാവ് യു സീൻ ഓൾ ദീസ് 112 വീഡിയോസ് ഓർ നോട്ട്? ദിസ് ഈസ് മൈ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ഈ 112 വീഡിയോ എല്ലാവരും കണ്ടോ ഇല്ലയോ? ജസ്റ്റ് ഒരു സമയം ഒരു തവണയെങ്കിലും ഒരു 2x സ്പീഡ് ഇട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോ ഇല്ലയോ ഒന്നും നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. അതിനുശേഷം യു ആസ്ക് മീ ട്രേഡ് സെറ്റപ്പ്, ഐ വിൽ എക്സ്പ്ലെയിൻ ചെയ്യൂ. അല്ലാതെ ഞാൻ ട്രേഡ് സെറ്റപ്പ് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവോ ഇല്ലയോ? ഇല്ല. ബിക്കോസ് ഞാൻ എന്താ പറയുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവിടെ പറയുന്ന കാര്യങ്ങളിനകത്തുള്ള സെയിം സംഭവങ്ങൾ മാർക്കറ്റ് റിപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ അത് കാണിച്ചു തരുമ്പോഴത്തേനും അതിൻ്റെ സ്ട്രക്ചറൽ ഡൈനാമിക്സ് ഇതാണ് കേട്ടോ എന്ന് പറയുമ്പോഴത്തേനും ഈ ഹൈ ഇസ് മെയ്ഡ് ലോ ഇസ് മെയ്ഡ് ഈ ഒരു ടെക്നിക്ക് പറയാതെ എങ്ങനെയാണ് എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്? അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാതെ നിങ്ങൾക്ക് ഇത് പഠിക്കാതെ അത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും മനസ്സിലാവും ആർക്കെങ്കിലും? ഇല്ല. സോ ട്രേഡ് സെറ്റപ്പ് ഈസ് ബേസ്ഡ് ഓൺ certain logics and that logics is being explained here. മനസ്സിലായോ? അപ്പം ഇത് കുറച്ച് പെയിൻ എടുത്താൽ നിങ്ങൾ കാണണം. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ സിറ്റുവേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ഫോർ ദ അക്കാദമിക് പർപ്പസ് യു വാച്ച് ഇറ്റ് 1 ടൈംസ്. നമുക്കൊരു അറിവ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് നിങ്ങളിപ്പം ഞാൻ ചോദിക്കട്ടെ, കുറേ അറിവുകൾ മാർക്കറ്റിൽ കിട്ടിയില്ലേ? അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതൊക്കെ ക്യാൻഡിൽസ്റ്റിക്സ് ഒക്കെ വെച്ച് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വരുമ്പോൾ 3-4 ക്യാൻഡിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പിടിയിട്ടില്ലേ? കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അതെല്ലാം ഞാൻ മാറ്റി എഴുതാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇഫ് മൈ ലോജിക് ഈസ് വർക്കിംഗ് ഓർ നോട്ട്, ജസ്റ്റ് ട്രൈ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഓരോരുത്തരും ഞാൻ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ പെയിൻ എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്, ഓരോരുത്തർക്കും വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഹൈ ഇസ് മെയ്ഡ് ആൻഡ് എ ലോ ഇസ് മെയ്ഡ് ആൻഡ് ദ ഹൈ ഇസ് ടേക്കൻ. ആൻഡ് ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നത്? എ ലോ ദാറ്റ് ക്രിയേറ്റഡ് എ ഹൈ വിച്ച് ഈസ് ബ്രോക്കൺ ആൻഡ് എ റൺ ഡൗൺ ടു മിറ്റിഗേറ്റ് ആൻഡ് ഷൂട്ടപ്പ്. ഇതാണ് മാർക്കറ്റിൻ്റെ ജനറൽ സ്ട്രക്ചർ അല്ലേ? സോ ഇങ്ങനെ ഷൂട്ടപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ടാർഗറ്റിംഗ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി. അതാണ് സംഭവം ഇവിടെ. ദിസ് ഈസ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി. സോ ഹൗ വിൽ യു നോ ദാറ്റ് മാർക്കറ്റ് വിൽ കം അറ്റ് ദിസ് പോയിന്റ്? അതിലെ പ്രശ്നം. സോ എന്താണ് ഈ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്? ഇവിടെയാണ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. മാർക്ക് ചെയ്ത് ഇവിടെ കാണിക്കാൻ എളുപ്പമാണ്. വാട്ട് ഈസ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി? എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഇൻ സംതിങ് വിച്ച് ഈസ് ഹാപ്പൻഡ് പ്രീവിയസ്ലി സം ഏരിയാസ് ടു മിറ്റിഗേറ്റ് അല്ലേ? ഇവിടെ സം ഏരിയാസ് ടു മിറ്റിഗേറ്റ്. സോ മനസ്സിലായില്ലേ? എനിക്കറിയാം. നമുക്ക് നേരെ ഗ്രാഫിലേക്ക് പോകാം. വാട്ട് ഈസ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി? സോ ലെറ്റ് us ക്ലിയർ ഇറ്റ് ഓഫ് ഹിയർ. ഓക്കെ, ഇവിടെ ഇന്നത്തെ ദിവസം 26-ാം തീയതി ഒരു ട്രേഡിൻ്റെ ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു പറഞ്ഞിട്ട് എല്ലാവരും ചോദിക്കുകയാണ്. അപ്പോൾ ട്രേഡിൻ്റെ ലോജിക്ക് ഇത് വാട്ട്, ഇവിടെ നിന്ന് എൻട്രി എടുക്കുന്നു, അറൗണ്ട് ഈ പോർഷനിൽ നിന്ന് എൻട്രി എടുത്തു. ഇറ്റ് വാസ് ഗോയിങ് ഹിയർ 110-120 പോയിന്റോളം നമുക്ക് ടാർഗറ്റും കിട്ടി. അന്നേരം ഇവിടെ വെച്ച് തന്നെ എക്സിറ്റും ചെയ്തു. സിമ്പിൾ ട്രേഡ് സെറ്റപ്പ്. സോ വാട്ട് ഹാവ് ഐ എക്സ്പ്ലെയിൻ ടു യു? ഇവിടെ മാർക്കറ്റ് നമ്മൾ നോക്കണം. നമ്മൾ മാർക്കറ്റിൽ എങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. എന്തെല്ലാം വരുന്നത് നമുക്ക് അറിയത്തില്ല. സോ ഡിഫറെൻറ്റ് തിങ്സ് ആർ ദർ അല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന 100 കൂട്ടം ഇതെല്ലാം എങ്ങനെ ഓർത്തിരിക്കുമെന്ന് നിങ്ങൾ ഓർത്ത് വറിയുണ്ട്. നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോഴത്തേനും നമ്മൾ കുറേ നാൾ ഈ ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് അതുണ്ടോ ഇതുണ്ടോ എന്ന് നമ്മൾ കുറേ ദിവസം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ ആ ചെക്ക് ലിസ്റ്റ് നമുക്ക് വേണ്ട. ഇറ്റ് ഈസ് ലൈക്ക് ലേണിംഗ് ഇൻ ഡ്രൈവിംഗ് അല്ലേ? ആദ്യം നമ്മൾ വണ്ടി കയറിയിരുന്ന് വണ്ടി ഓടിക്കുമ്പോഴത്തേനും എതിരെ ഒരു ബസ് വല്ലതും വരുവാണെങ്കിൽ ഇപ്പോൾ എല്ലാം തീർന്ന് പൊട്ടിത്തെറിക്കുമെന്ന് നമുക്ക് തോന്നും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും. സോ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ചെക്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറേ ദിവസം നമ്മൾ മാനേജ് ചെയ്ത് കഴിയുമ്പോഴത്തേനും യു ഗെറ്റ് ദ ലോജിക്. പിന്നെ എന്തിനാ ഒന്നും വേണ്ട, ഇതൊന്നും വേണ്ട, നമുക്ക് പ്ലെയിൻ ഗ്രാഫ് മാത്രം മതി. സോ എ ലോ ഈസ് ക്രിയേറ്റഡ്, മാർക്കറ്റ് വാസ് കമ്മിങ് ഡൗൺ, എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ഹൈ ഈസ് ക്രിയേറ്റഡ്. ദെൻ ഇവിടെ എന്ത് പറ്റി? എൻ്റെ ഹൈ ഈസ് ക്രിയേറ്റഡ്, സോറി ഇവിടെ വന്നു എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഇവിടെ ഒരു ലോ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഇവിടെ ലോ വന്നതിന് ശേഷം എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ഹൈ ഈസ് ടേക്കൺ ആണല്ലോ. പിന്നെ സിംഗിൾ ക്യാൻഡിൽ താഴോട്ട് പോകുന്നു, ലോ ഈസ് ടേക്കൺ. ദെൻ എന്ത് പറ്റി? മാർക്കറ്റ് മുകളിലേക്ക് പോയി അല്ലേ? ഇവിടുന്ന് നേരെ മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും പ്രൈസ് ആക്ഷൻ ചോപ്പ് ചെയ്യും. പിന്നെ നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? ഇതിന് ശേഷം മാർക്കറ്റ് ഒരു സൈഡിലേക്ക് തന്നെ മാർക്കറ്റ് പോയി. അതിനുശേഷം നമ്മുടെ പ്രൈസിൻ്റെ ഏരിയ എന്ന് പറയുന്നത്
റൺ ഡൗൺ ടു മിറ്റിഗേറ്റ്. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ട ഏരിയ എന്താണ്? ഇസ് ദർ എനി കോൺഫ്ലുവൻസിങ് ഏരിയ ടു മിറ്റിഗേറ്റ്. അപ്പോൾ ഇത് നോക്കിയേ, ഇവിടെ വോളിയം എന്തെങ്കിലും ആക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കിയേ. ഇവിടെ ഇത് നോക്കിയേ, ഇവിടെ ഒരു ഏരിയ ഉണ്ടായിരുന്നല്ലോ. സോ ആ ഏരിയ മിറ്റിഗേറ്റ് ചെയ്തോ ഇല്ലയോ? മിറ്റിഗേറ്റ് ചെയ്തു. സോ ഇറ്റ് റൺ ഡൗൺ ടു മിറ്റിഗേറ്റ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ നോക്കുമ്പോഴത്തേനും ഓൺ എ ഫിബ് റേഞ്ച് വാട്ട് ഹാപ്പൻ, ഇവിടെയല്ലേ നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്. ഈ ഏരിയയിൽ നിന്ന് തിരിച്ച ബൈങ് അല്ലേ. അപ്പം ഇതല്ലേ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഈ ഏരിയയിൽ നിന്ന് ഈ ഏരിയ വരെയായിരുന്നു നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് അല്ലേ. അവിടെ വരുമ്പോഴത്തേനും എത്ര വന്നു? ഓൺ 61 നും 78% ഇൻ ബിറ്റ്വീൻ ഒരു കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് എൻട്രിക്ക് വന്നു. സോ പ്രൈസ് ആക്ഷൻ നമുക്ക് ഇവിടെ കിട്ടിയോ ഇല്ലയോ? കിട്ടി. സോ ഇനി നമ്മൾ നോക്കുന്നത് നമ്മളുടെ ഈ ഒരു സെയിം ആക്ടിവിറ്റിയിൽ ഇവിടെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. സോ ബൈ എക്സ്പീരിയൻസ് യു ക്യാൻ ടേക്ക് ദ എൻട്രി ഹിയർ. ബിക്കോസ് ഓൾമോസ്റ്റ് ഇതൊരു ഡിസ്കൗണ്ടഡ് പ്രൈസിങ്ങിലാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാ കോൺഫ്ലുവൻസിങ് കൂടെ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ നമുക്കിവിടെ നമ്മൾ നോക്കുന്നത് സ്ട്രക്ചറൽ സെറ്റപ്പിൽ നമ്മൾ ഫോം ചെയ്ത് നോക്കുന്നത് 1 മിനിറ്റ് ഓർ ലെസ് ദാൻ 1 മിനിറ്റ് ഓർ 30 സെക്കൻഡ്സിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 1 മിനിറ്റ് റിപ്ലിക്കേറ്റ് ചെയ്ത അതേ ഈ പ്രൈസ് ആക്ഷൻ ദിസ് വിൽ ബി റിപ്പീറ്റിംഗ് ഹിയർ. അതാണ് അതിൻ്റെ കാര്യം. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് കിട്ടണമെന്നില്ല. പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്പീരിയൻസ് പിന്നെ നമ്മൾ ഇവിടുത്തെ അഡീഷണൽ കൺഫർമേഷന് വേണ്ടിയിട്ട് ആ സമയത്ത് പ്രൈസ് ഇവിടെ മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ പ്രീമിയത്തിൻ്റെ ആക്ടിവിറ്റിയും കൂടെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കും പ്രീമിയത്തിൻ്റെ ആക്ടിവിറ്റി കൂടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. സോ ഇതൊരു ബുള്ളിഷ് സെറ്റപ്പിലായിരുന്നു മാർക്കറ്റ് കംപ്ലീറ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ബുള്ളിഷ് സെറ്റപ്പിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബുള്ളിഷ് സെറ്റപ്സ് വിൽ ബി ഈൽഡിങ് മോർ ദാൻ ദ ബെയറിഷ് സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു എൻട്രി എടുത്തിട്ട് ചെറിയൊരു സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് നമുക്ക് എൻട്രി എടുക്കാം. ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ ഇമീഡിയറ്റ്ലി കോസ്റ്റ് എക്സിറ്റ് കാര്യം കഴിഞ്ഞു. പിന്നീട് നമ്മൾ അടുത്ത സെറ്റപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഈസ് യുവർ ഫ്രണ്ട് എന്നൊക്കെ നമുക്കൊരു ക്ലീഷേ ആയിട്ട് പറയാം. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ലോസ് ബിഗ്ഗായി പോകുമ്പോഴാണ് പ്രശ്നം. പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ലോസിന് നമ്മൾ 3-4 പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് അടിച്ചെങ്കിലും നമുക്ക് ഒരു പ്രാവശ്യം ഒരു റിക്വയർഡ് ടാർഗറ്റ് ഇഫ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ദാറ്റ്സ് ഇനഫ്, മോർ ദാൻ ഇനഫ്. എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഡോണ്ട് ഡു മോർ. അപ്പോൾ എന്ത് ചെയ്യേണ്ട? ലെസ് ഈസ് മോർ. ഇതെപ്പോഴും മനസ്സിലാക്കി വെച്ചേക്കണം. ലെസ് ഈസ് മോർ. വാട്ട് ഈസ് ലെസ് ഈസ് മോർ? ലെസ് ഈസ് മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് ട്രേഡ് എടുക്കുക, സ്നിപ്പർ ഷോർട്ട് എൻട്രീസ് എന്ന് പറയും. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ആരാണോ ഏറ്റവും കുറച്ച് എൻട്രി എടുക്കുന്നത് ദേ വിൽ ബി ഗെയിനിങ് മോർ. മനസ്സിലായോ? അല്ലാതെ ഇപ്പം നമ്മൾ ടാറ്റ ബിർളയുടെ ഓഫീസിൽ പോയിരിക്കുകയാണ്, അവർ 5 മില്യൻ്റെ ഓർഡർ വന്നിരിക്കുന്നു. ഓക്കെ, കം സിറ്റ് ഡൗൺ. നമുക്ക് ഇവിടെ ഇരുന്ന് വളരെ ഹാപ്പി ആയിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിച്ച് അവിടെ ഇരുന്നുകൊണ്ട് അവർ ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു. 5 മില്യൻ്റെ ഓർഡർ നടക്കുന്നു. നമ്മളിവിടെ 5 മില്യൻ്റെ ഓർഡർ നടത്തുന്നത് എങ്ങനെയാണ്? 150 ട്രേഡ്, 20,000 രൂപ ബ്രോക്കറേജ്, തീർന്നോ കാര്യം? അപ്പം അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മളെ സംബന്ധിച്ച്. സോ അങ്ങനെയല്ല നമ്മൾ എനിത്തിങ് ഇൻ എക്സൈറ്റ്മെൻറ്റ്, വാട്ട് എവർ യു ഡു ഇൻ എക്സൈറ്റ്മെൻറ്റ് ഇറ്റ് വിൽ ലീഡ് യു ടു ഗാംബ്ലിംഗ് ഓൺലി. സോ ഗാംബ്ലിങ്ങിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. സോ ലെസ് ഈസ് മോർ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എക്സൈറ്റ്മെൻറ്റിലായിരിക്കരുത് നമ്മളുടെ ട്രേഡ് പ്ലാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സൈറ്റ്മെൻറ്റിൽ ഇഫ് യു ഡു സംതിങ് ഓൺ എക്സൈറ്റ്മെൻറ്റ് ഇറ്റ്സ് എ ഗാംബ്ലിംഗ് സെറ്റപ്പ്. ഈവൻ ഇഫ് യു ഹാവ് എ ട്രേഡിംഗ് പ്രോസസ്, വാട്ട് ഈസ് ഹാപ്പനിങ്? ഈവൻ ഇഫ് യു ഹാവ് എ ട്രേഡിംഗ് പ്രോസസ്, ഇഫ് യു ഡു ഇറ്റ് ഇൻ എക്സൈറ്റ്മെൻറ്റ് ദിസ് വിൽ partially lead you to gambling trade setup. So 90% of the traders അവർക്ക് എന്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് എൻ്റെ ഇറ്റ്സ് നോട്ട് പിൻ പോയിന്റിങ് യു, ഐ എം ടെലിങ് യു ഫ്രം മൈ എക്സ്പീരിയൻസ് വാട്ട് പെയിൻ ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ്. ഓക്കെ, അപ്പോൾ 90% ആൾക്കാർക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറ്റുന്നത്? നമ്മുടെ കയ്യിൽ നല്ല സ്ട്രാറ്റജിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി എക്സൈറ്റഡ് അല്ലേ. ഈ എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മളെ കൊണ്ടുപോയിട്ട് ഈ ഒരു പെട്ടെന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മളെ എടുത്ത് ചാടിക്കുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനത്തിലേക്ക് എടുത്ത് ചാടുമ്പോഴത്തേനും നമ്മളുടെ ട്രേഡ് ക്വാളിറ്റി ഈസ് ഗെറ്റിംഗ് അഫക്റ്റഡ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇൻഡയറക്ട്ലി ഇറ്റ് ഈസ് ഗെറ്റിംഗ് അഫക്റ്റഡ്. അപ്പോൾ അത് ഉണ്ടാകരുത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മൾട്ടിപ്പിൾ കൺഫർമേഷൻ, അതിനാണ് നമ്മൾ പറയുന്നത് ട്രേഡിൽ യു ഷുഡ് ഹാവ് മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ആർ ദോസ് മൾട്ടിപ്പിൾ കൺഫർമേഷൻസ്? ദാറ്റ്സ് വാട്ട് ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് ഹിയർ. പുൾ ബാക്ക്, ട്രേഡിംഗ് ആൻഡ് ഡൈനമിക്സ്, ലൈവ് ട്രേഡ് ലോജിക്കിൽ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പോയിന്റുകളാണ് ഈ പറയുന്നത് എല്ലാവരും. അപ്പം അഡീഷണൽ പോയിന്റ്സിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ദിസ് വാസ് എ ട്രേഡ് ലോജിക്. ഇന്നത്തെ ട്രേഡിൻ്റെ ലോജിക്ക് ഇതായിരുന്നു. അപ്പോൾ ലെസ് ഈസ് മോർ മീൻസ് യു ഡു 1 or 2 ട്രേഡ്സ് എ ഡേ. നമ്മുടെ മറ്റേ ഇതിൽ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ആ കാര്യം അല്ലേ. അപ്പം ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം ഇന്റേണൽ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇന്റേണൽ വേഴ്സസ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഇൻ ദ ചാർട്ട് അത് പറയാനാണ് വന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അത് വിട്ടുപോയി. അപ്പോൾ അതിപ്പോൾ പോവാം, അതിലേക്ക് പോവാം. അപ്പം ഇന്റേണൽ വേഴ്സസ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി, വാട്ട് ഈസ് ദിസ്? അപ്പോൾ നമ്മളിവിടെ ഈ സെനാരിയോ കണ്ടു, ഇതും കളയും. അപ്പം എൻട്രി സെനാരിയോ കണ്ടു. അപ്പം നമ്മളിവിടെ നോക്കുമ്പം എന്താണ് ഇവിടുത്തെ സംഭവം? സോ ഇവിടെ കുറേ നേരം പ്രൈസ് ഒരു റേഞ്ചിൽ ഹൗ മെനി ടൈംസ് മാർക്കറ്റ് ഹാസ് കം ഹിയർ ആൻഡ് ടച്ച് ദീസ് പോയിന്റ്സ് 1, 2, 3, 4 അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് അല്ലേ. ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് കോൾഡ്
external liquidity creation points in the chart. External liquidity creation points in the chart. അല്ലാതെ ഇത് റെസിസ്റ്റൻസോ സപ്പോർട്ട് നിങ്ങളുടെ കൺവെൻഷണൽ മെത്തേഡ് ഓഫ് സപ്പോർട്ട് റെസിസ്റ്റൻസോ ഉള്ള കാര്യമല്ല നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ കോൾഡ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ക്രിയേഷൻ പോയിന്റ്സ് എന്ന് പറയുക. എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ക്രിയേഷൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ സംഭവം മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ കുറേ അധികം ബഞ്ച് ഓഫ് ഓർഡേഴ്സ് ആൾക്കാർ വെച്ചിട്ടുണ്ട്. നമ്മളുടെ ആൾക്കാരല്ല, പ്രൊഫഷണൽ ട്രേഡേഴ്സ് അല്ല, ട്രേഡിംഗ് സീക്രട്സിൻ്റെ ആൾക്കാർ ആരും ഇവിടെ കൊണ്ട് വെക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു, ലൈറ്റർ പാർട്ട് ഓഫ് ദ സ്റ്റഡി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഈ ഓർഡേഴ്സ് ദിസ് ആർ ദ കളക്ഷൻ. അപ്പോൾ നമ്മളിവിടെ ഇമാജിൻ ചെയ്യണം, ഈ ലൈൻസ് ഇവിടെ കാണുമ്പോഴത്തേന് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ട തോട്ട്, ഈസ് ദർ എനി എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ക്രിയേഷൻ പോയിന്റ്സ് പ്രീവിയസ്ലി ക്രിയേറ്റഡ് ബൈ ദ മാർക്കറ്റ് ഓർ നോട്ട്. സോ ദാറ്റ്സ് എ പാർട്ട് ഓഫ് വാല്യുവേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. മാർക്കറ്റ്, വാട്ട് ഈസ് മാർക്കറ്റ്? മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതൊരു പ്ലാൻഡ് ആക്ടിവിറ്റിയാണ്, പ്ലാൻഡ് മണി ഗെയിം ആണ് ആക്ച്വലി, അല്ലേ? Planned money game, it's not an easy game. It's a planned activity. So planned activity that it will manipulate and show you so many different scenarios. Different scenarios, how smart are you to get into this? അല്ലേ? അപ്പം നമ്മൾ വെരി സ്മാർട്ടായിട്ട് നമ്മൾ ഇതിനകത്ത് കയറി പിടിക്കും. അതാണ് അതിനകത്ത് സംഭവം. അപ്പം ഇവിടെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി പോയിന്റ്, ഇപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, മലയാളത്തിൽ ഞാൻ കറക്റ്റായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ക്രിയേഷൻ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്, ബഞ്ച് ഓഫ് ഓർഡേഴ്സ്, ഫ്രഷ് ഓർഡേഴ്സ്, ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാർ, അങ്ങനെ കുറേ അധികം ആൾക്കാർ ഈ ഏരിയയിലെല്ലാം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും. ചിലർ ഇവിടെ വരുമ്പോൾ ഇത് താഴോട്ട് പോകുന്നവർക്ക് ഇവിടെ സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് വെക്കും. ചിലർ മുകളിലേക്ക് ഇവിടെ വന്ന് ഇത് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും, ഇവിടെ ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് വെക്കും. അങ്ങനെയെല്ലാം പല പല ഓർഡേഴ്സുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഓർഡേഴ്സിനെ ആണ് നമ്മൾ പറയുന്നത് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ക്രിയേഷൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ടാർഗറ്റ്, ഇവിടെ ട്രേഡ് നമ്മളിവിടെ ഫോം ചെയ്തെടുത്തു, അല്ലേ? ദിസ് വാസ് അവർ എൻട്രി, ദിസ് വാസ് അവർ എൻട്രി പോയിന്റ്, ദിസ് വാസ് അവർ എൻട്രി. ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രി പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈസിയാണ്. ഇവിടെ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ തന്നെ നോക്കണം, വേർ ഇസ് അവർ എക്സ്റ്റേണൽ. സോ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി വാസ് ഹിയർ, അല്ലേ? ഇതിന് മുകളിൽ എന്താണെങ്കിലും പ്രൈസ് ടാപ്പ് ചെയ്യും. സോ നമ്മൾ കോൺഫിഡൻ്റ് ആണ് അവിടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഇവിടെ ടാപ്പ് ചെയ്തോ മാർക്കറ്റ്? ഇവിടെ നോക്കി, ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ ഇവിടെ മാർക്കറ്റ് ടാപ്പ് ചെയ്തോ ഇല്ലയോ? ഇവിടെ ടാപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ ശ്രദ്ധിച്ച് നോക്കി. പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ഈ ഒരു ക്യാൻഡിൽ കാണുമ്പോൾ ഇപ്പോൾ ഗ്രീൻ കളറിലാണ് നിൽക്കുന്നത്. യു ആർ വെരി കംഫർട്ടബിൾ, ബട്ട് ഐ വാസ് നോട്ട് കംഫർട്ടബിൾ. വൈ? ബിക്കോസ് ഇവിടുത്തെ ക്യാൻഡിൽ റെഡ് കളറിൽ ട്രേഡ് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണ്. പ്രീമിയം ഈസ് ഓൾസോ ഡിക്കേയിങ്. സോ നാച്ചുറലി യു വിൽ ഫീൽ വറീഡ്, അല്ലേ? അതിനുശേഷം പ്രൈസ് ഇവിടെ നിന്ന് ഓൺ എ ലോവർ ടൈം ഫ്രെയിം ഇറ്റ് വാസ് റിജക്റ്റിംഗ് മീൻസ് ഇതൊരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇവിടെ. സോ ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ കാണുമ്പോൾ പുൾ ബാക്ക് ക്രിയേഷൻ വീഡിയോസ് ഇവിടെ കണ്ടിട്ടുള്ളവരെ സംബന്ധിച്ച്, ഈ പുൾ ബാക്ക് എന്താണ് എന്നറിയുന്നവരെ സംബന്ധിച്ച്, ഈ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യുമ്പോഴേ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക് ക്രിയേഷൻ. സോ ഐ ഡോണ്ട് ഹാവ് ടു വറി. സോ ഇമ്മീഡിയറ്റ്ലി വാട്ട് ഐ വിൽ ലുക്ക് ഫോർ, ഈവൻ ഇഫ് മൈ ടാർഗറ്റ് വാസ് ഹിയർ, ഞാൻ എന്താണ് നോക്കുന്നത്, ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴത്തേനും നോക്കുന്നത് എന്താണ്, വേർ ഇസ് ദ നെക്സ്റ്റ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി പോയിന്റ്. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി പോയിന്റ്, അല്ലേ? ഈ ഒരു മോഡിലേക്ക് പോകുമ്പോഴത്തേനും ഇവിടെയുള്ള ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി പോയിന്റ്. എന്തുകൊണ്ടാണ് ഇതൊരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി പോയിന്റ് ആയത്? I will not explain you why, because it is already being explained, അല്ലേ? ഇവിടെ ഓൾറെഡി ഞാനൊരു 100 പ്രാവശ്യം ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിക്വിഡിറ്റി ഇതിൻ്റെ ഇത്, പിന്നെ വേറെ സംഭവം ഏതാണ്, ഫെയർ വാല്യൂ, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വീണ്ടും അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. സോ അത് കണ്ടില്ലെങ്കിൽ ഇത് ഈ പറയുന്നത് മനസ്സിലാകത്തില്ല. സോ ഗോ ബാക്ക് ടു ദ പ്രീവിയസ് വീഡിയോസ്, സ്റ്റഡി ദോസ് തിങ്സ് ആൻഡ് കം ബാക്ക് ഹിയർ ആൻഡ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അന്നേരം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ ഡിഡ് ദാറ്റ് മീറ്റ് ഓർ നോട്ട്? ആ പോയിന്റ് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ മീറ്റ് ചെയ്തോ ഇല്ലയോ? മീറ്റ് ചെയ്തു. ദിസ് ഈസ് വാട്ട് യു സീ ആൻഡ് വാട്ട് യു എക്സ്പീരിയൻസ്. ഈ ട്രേഡ് എടുത്തുകൊണ്ട് നമ്മളിപ്പോൾ എക്സ്പീരിയൻസും ചെയ്തു, അല്ലേ? സോ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് അബൌട്ട് വാട്ട് യു എക്സ്പീരിയൻസ് ഈസ് വാട്ട് യു ബിലീവ്, ആൻഡ് ലക്കിലി യു ആർ സീയിങ് ഇറ്റ് ഓൺ ദ ചാർട്ട് ഓൾസോ, അല്ലേ? ചാർട്ടിൽ നമ്മളിത് കാണുന്നതുകൊണ്ട് നമ്മളിത് ട്രേഡ് എടുക്കുകയും ചെയ്തു, നമ്മൾ എക്സ്പീരിയൻസും ചെയ്തു, നമ്മൾ ട്രേഡും എക്സിറ്റ് ചെയ്തു. ഹാപ്പിലി വി ഗോട്ട് എ ഡീസൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ നമ്മൾ പിരിഞ്ഞു. ഇതാണ് സംഭവം. അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് എപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതെന്നായിരുന്നു? ഡീകോഡിംഗ് മാർക്കറ്റ് 1 day ago, മീൻസ് 25-ാം തീയതി അപ്ലോഡ് ചെയ്താക്കുന്ന വീഡിയോ ആണ്. നെക്സ്റ്റ് സബ്സിക്വൻറ്റ് ഡേയിൽ സെയിം സെനാരിയോ ഈസ് ബീങ് ക്രിയേറ്റഡ് ആൻഡ് വി ടുക്ക് ആൻ എൻട്രി. യു ആർ വാച്ചിങ് ഇറ്റ് ലൈവ്, അല്ലേ? ഇതിനകത്ത് ഈ എൻട്രി എടുത്ത് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ കമൻറ്റ് ചെയ്താൽ അപ്പം നമ്മൾ കറക്റ്റ് പറയുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതൊരു സംഭവം കണ്ടുകൊണ്ടിരുന്നു, നമ്മൾ എൻട്രി എടുത്തു, നമ്മൾ എക്സിറ്റും ചെയ്തു, അല്ലേ? അപ്പം ദിസ് ഈസ് ദ ടെക്നിക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡീകോഡിംഗ് മാർക്കറ്റ് 3 ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ്?
ഇന്റേണൽ വേഴ്സസ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഇൻ ദ ചാർട്ട്. സോ ഇവിടെ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ എൻട്രി പ്ലാൻ ചെയ്ത് ഓൺ എ 1 minute ടൈം ഫ്രെയിമിൽ യു ആർ സീയിങ് ദാറ്റ് ദിസ് പാറ്റേൺ ഈസ് ബീയിങ് എമർജ്ഡ് ഹിയർ ആൻഡ് അതിൻ്റെ ചെറിയ ചെറിയ ഡയമെൻഷനിൽ ഇവിടെ ഈ പാറ്റേൺ എമർജ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളിവിടെ എൻട്രി എടുത്ത് കഴിയുമ്പോഴത്തേനും എൻട്രി എടുക്കാൻ വേണ്ടി പാറ്റേൺ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഇവിടെ തൊട്ട് തന്നെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത്. സോ ബൈ ദ ടൈം യു നോ ദാറ്റ് ഇവിടുത്തെ ഓൺ എ ലോങ്ങർ ടൈം ഫ്രെയിം ഓർ ഷോർട്ടർ ടൈം ഫ്രെയിം എക്സ്റ്റേണൽ ലിക്വിഡിറ്റി പോയിന്റ്സ് എവിടെയാണ് ഉള്ളത് എന്ന് നമ്മൾ ഇവിടെ മാർക്കറ്റ് വരുന്നതിന് മുമ്പേ പ്ലാനിങ് വിൽ ബി ഡൺ ഫിനിഷ്. മനസ്സിലായോ? ഇഫ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി പോയിന്റ്സ് ആർ നോട്ട് ദെയർ ഇൻ ദ പ്രീവിയസ് ചാർട്ട്, ഇവിടെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി പോയിന്റ്സ് ആർ നോട്ട് ദെയർ ഇൻ ദ പ്രീവിയസ് ചാർട്ട് ആൻഡ് യുവർ ടാർഗറ്റ് ഈസ് വെരി സ്മോൾ, then you will plan for a scalping entry only. മനസ്സിലായോ? This is a way of converting your ideas into actual trade. അപ്പോൾ കൺവേർട്ടിങ് യുവർ ഐഡിയ എന്താണ്? നമ്മൾ എപ്പോഴും യു വിൽ നോട്ട് പ്ലാൻ ഫോർ എ ബിഗ്ഗർ ടാർഗറ്റ്. മനസ്സിലായോ? ബിഗ്ഗർ ടാർഗറ്റ് ഇൻ ദ സെൻസ് നമ്മളിപ്പം ചുമ്മാ ഇങ്ങനെ വരച്ചിടുവല്ലേ ചെയ്യുന്നത്. സോ മൈ ടാർഗറ്റ് ഇസ് ദിസ്, ഓക്കെ 500 പോയിട്ട്. നോ, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. യു ഹാവ് ടു ഫൈൻഡ് ദ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി. സോ കൗണ്ടർ ട്രേഡിംഗ് ഈസ് ഓൾസോ പോസിബിൾ ഹിയർ. ഇവിടെ നമുക്ക് ഈ സെയിം പാറ്റേണിക് മൂവ്മെന്റ് വന്നു കഴിയുമ്പോഴത്തേനും കൗണ്ടർ ട്രേഡിംഗ് ഈസ് ഓൾസോ പോസിബിൾ. വേറാസ് ദ 1 hour ചാർട്ട് ഈസ് ഷോയിങ് യു ബുള്ളിഷ് ട്രേഡ് സെറ്റപ്പ്. ബുള്ളിഷ് സെറ്റപ്പ് വിൽ ബി yielding more. ദിസ് ഈസ് എ അൾട്ടിമേറ്റ് പോയിന്റ്. അപ്പോൾ ഇത് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ടു സമ്മറൈസ്, നമ്മൾ ഇന്നത്തെ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? ഇന്റേണൽ വേഴ്സസ് എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഇൻ ദ ചാർട്ട്. അത് ഞാനിപ്പം ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഓൺ എ ബുള്ളി, അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ ചാർട്ട് ഈസ് ഷോയിങ് യു എ ബുള്ളിഷ് ട്രേഡ് സെനാരിയോ ഇൻ ദ ലോങ്ങർ ടൈം പീരിയഡ്, അല്ലെ, ബുള്ളിഷ് ട്രേഡ് സെറ്റപ്പ് നമ്മളെ ചാർട്ടിൽ 1 hour ചാർട്ടിലോ അല്ലെങ്കിൽ ഡേ ചാർട്ടിലോ നമ്മളെ ബുള്ളിഷാണ് സെറ്റപ്പ് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് യു ഹാവ് ടു പ്ലാൻ ഫോർ ബൈ ആൻഡ് സെൽ ആക്ടിവിറ്റി. ആൻഡ് സെൽ ആൻഡ് ബൈ ഈസ് ഓൾസോ പോസിബിൾ, ബട്ട് ഓൾവേസ് യു വിൽ ബി, ഇതിപ്പം ഓക്കെ മലയാളത്തിൽ പറയാം. അപ്പോൾ ഇത് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പ്ലാൻ ചെയ്യുന്ന ആക്ടിവിറ്റി ഇത് 1 hour ചാർട്ടിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, 1 hour ചാർട്ടിലാണ് നമ്മൾ ഇതിൻ്റെ സെറ്റപ്പ് കാണുന്നതെങ്കിൽ, അത് ബുള്ളിഷ് സെനാരിയോയിലാണ് നിൽക്കുന്നതെങ്കിൽ ബുള്ളിഷ് സെറ്റപ്പ് വിൽ ബി yielding more എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളിഷ് സെറ്റപ്പ് ആയിരിക്കും നമുക്ക് എപ്പോഴും കൂടുതൽ പ്രോഫിറ്റബിൾ പൊസിഷൻ പെട്ടെന്ന് ബൈങ് സെല്ലിങ് നടത്തി കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതലും നമുക്ക് തരുന്നത് ബുള്ളിഷ് സെറ്റപ്പുകളായിരിക്കും. ബിക്കോസ് നമ്മുടെ ചാർട്ട് കാണിച്ചു തരുന്നത് നമ്മളെ ബുള്ളിഷ് സെറ്റപ്പിലായിരിക്കും, അല്ലേ, ബുള്ളിഷ് സെറ്റപ്പിലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബുള്ളിഷ് സെറ്റപ്പിലും കൗണ്ടർ ട്രേഡിംഗ് ഈസ് പോസിബിൾ. പക്ഷേ നമ്മളെപ്പോഴും നമ്മളുടെ ടാർഗറ്റ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ നമ്മൾ ആ പ്രീവിയസ്ലി വന്നിരിക്കുന്ന ചാർട്ടിൻ്റെ ഇവിടെ നമ്മൾ നോക്കണം, ഇന്റേണൽ ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യുന്ന പോയിന്റ്സ് വളരെ മിനിമൽ ആണെങ്കിൽ ഡു നോട്ട് എൻ്റർ ദ ട്രേഡ്. ഇതാണ് ഇതിനകത്തെ കാര്യം. അപ്പോൾ നമുക്ക് ചാർട്ടിനകത്ത് ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഇതിനകത്ത് മറന്നു പോകാതെ രണ്ടാമത് ഒരു പോയിന്റ് കൂടെയാണ്, അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് നിർത്താം. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി 40 minutes. ഓക്കെ, കാൻഡിൽ സ്റ്റിക്സ് ബോഡി ഫോർമേഷൻ 1 minute വേഴ്സസ് 3 minutes. ഇതൊരു ഞാൻ ഇന്നിങ്ങനെ പോന്നുകൊണ്ടിരുന്നപ്പോൾ എപ്പോഴും ഞാൻ ഓർക്കുന്നത്, നമുക്ക് എന്ത് അഡീഷൻസ് ആണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്ക് തരാൻ പറ്റുന്നത് എന്നാണ് എപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഈ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും 10-22 വർഷമായിട്ട് ഈ എക്സ്പീരിയൻസിൽ നിന്നും ഗെയിൻ ചെയ്ത ഓരോ പോയിന്റ്സ് യു ഷുഡ് നോട്ട് സ്പെൻഡ് 6 or 7 years ടു സ്റ്റഡി ഓൾ ദോസ് തിങ്സ്. നിങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് 22 വർഷം എനിക്ക് കിട്ടിയേക്കുന്നത് മേ ബി യു വിൽ ടേക്ക് 1 or 2 months ടു ലേൺ ഇറ്റ്, അല്ലേ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാര്യങ്ങൾ. അതുപോലെ തന്നെ പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്ത് ചാർട്ടിലേക്ക് കയറി ഇമ്മീഡിയറ്റ്ലി യു വിൽ ബി എ ബിഗർ കമാൻഡോ ദാൻ മീ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? ഇപ്പോൾ ഇവിടെ ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് ഇവിടെ ഫോം ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലേ. ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, ദർ ഇസ് നോ ബുള്ളിഷ് ക്യാൻഡിൽ, ദർ ഇസ് നോ ബെയറിഷ് ക്യാൻഡിൽ നമ്മളെ സംബന്ധിച്ച്, കേട്ടോ. പക്ഷേ നമ്മളിപ്പം എല്ലാവരും അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഗ്രീൻ ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിലാന്ന് പറയുന്നു, റെഡ് ക്യാൻഡിൽ ബെയറിഷ് ക്യാൻഡിലാന്ന് പറയുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ അത് അങ്ങനെ തന്നെ പോട്ടെ, നമ്മൾ അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കണം. ബിക്കോസ് നമ്മുടെ പഠിത്തത്തിൻ്റെ മൈൻഡ് ഡൈവേർഷൻ കുറേ കാര്യങ്ങൾ നമ്മൾ ചിതറിച്ച് കളയുമ്പോഴത്തേനും അതൊരു വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ എന്താണോ പഠിച്ചു വെച്ചേക്കുന്നത് അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. അപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ ഇസ് എ ബുള്ളിഷ് ക്യാൻഡിൽ ആൻഡ് എന്താണ് റെഡ് ക്യാൻഡിൽ ഇസ് എ ബെയറിഷ് ക്യാൻഡിൽ എന്ന് കൂട്ടിക്കൊള്ളുക. അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് ഓൺ എ 1 minute ടൈം ഫ്രെയിമിലാണ് ഇതിപ്പം ഇവിടുത്തെ നമ്മളുടെ ട്രേഡിങ്ങിൻ്റെ ഇത് നോക്കുന്നത്, അല്ലേ, 1 minute. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ എന്താണ് ഈ ബുള്ളിഷ് ക്യാൻഡില് ഈ ബെയറിഷ് ക്യാൻഡിൽ ഇവിടെ ബിഗ് ആണ്, ബുള്ളിഷ് ക്യാൻഡിൽ. അപ്പോൾ ഈ ബുള്ളിഷ് ക്യാൻഡിൽ കംപ്ലീറ്റ് ഇതിനകത്ത് എൻഗൾഫ് ചെയ്ത് പോകും, അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളൊരു ക്യാൻഡിൽ വരുന്നു, ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ കഴിയുമ്പോഴത്തേനും അടുത്ത ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ വരുന്നത്, അല്ലേ. ഈ ഗ്രീൻ ക്യാൻഡിൽ ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? ഇത്രയും പോർഷൻ അതങ്ങോട്ട് ഗ്രീനും ഇതും കൂടെ അങ്ങ് മേർജ് ആയി കഴിയുമ്പോഴത്തേനും ഇവിടെ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ബോഡി ഇല്ലാണ്ടായി പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ. വേറെ എണ്ണത്തിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേനും ഇത് കംപ്ലീറ്റ്ലി ഇതിനകത്തോട്ട് കയറുമ്പോഴത്തേനും ബുള്ളിഷിൻ്റെ ഭാഗം അവിടെ കത്തിപ്പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേണേൽ കൂട്ടി ഗെറ്റിംഗ് എ ഫയർ എന്ന് വേണേൽ കൂട്ടാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഫോർമേഷൻ എങ്ങനെ വരും? ഫൈനൽ ഫോർമേഷൻ
ഇവിടെ കളർ മാറ്റണ്ട നമുക്ക്. ഇവിടെ നമുക്ക് ഫൈനൽ ഫോർമേഷൻ ഇവിടെ ഇങ്ങനെ വരും. ഓക്കെ, സോറി, ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരും. ഇതാണ് അൾട്ടിമേറ്റ് ഫൈനൽ ഇത്. അപ്പം ഇങ്ങനെ വരും ഇത്. അപ്പം ഇവിടെ ഈ 1 മിനിറ്റ് നമ്മൾ എങ്ങനെ 3 മിനിറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ഇവിടെ നോക്കിയോ, ഇവിടെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. എവിടെ പോയി? ഇവിടെ, സോറി, നമ്മളുടെ ഇത് ഈ ക്യാൻഡിൽസ്, ഈ 2 ക്യാൻഡിൽസാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ 3 മിനിറ്റിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ വന്നു ഇവിടെ. ബിക്കോസ് ആ ബുള്ളിഷ് ക്യാൻഡിലും അതിന് വന്നേക്കുന്ന 3 മിനിറ്റിൻ്റെ ക്യാൻഡിലും കൂടെ അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും എന്താണ്, ബെയറിഷ് ക്യാൻഡിൽ വാസ് മോർ. സോ മറ്റേ ബാക്കി ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ എത്രയും ഭാഗമാണ് ആ ക്യാൻഡിലിനകത്തേക്ക് കയറി പോകുന്നത്, അത്രയും ക്യാൻഡിൽ ഈസ് ഗെറ്റിംഗ് ബേൺഡ് എന്ന് കൂട്ടുക. മനസ്സിലായോ? അതുകൊണ്ട് എന്ത് പറ്റും? വിക്സ് ഈസ് ബീങ് ഫോംഡ്. അത്ര ഉള്ള കാര്യം. കണ്ടോ, ഇവിടെ ഒരു വിക്സ് ഫോം ചെയ്തു. കാര്യം പിടികിട്ടിയോ? ഈ ഒരു വിക്സ് ഇവിടെ ഫോം ചെയ്തു. അപ്പം വിക്സ് ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ ബുള്ളിഷും ബെയറിഷും കൂടെ എൻഗൾഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും. സോ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കാതെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഈ ട്രേഡ് ഫോർമേഷൻ, ഈ ക്യാൻഡിൽസ്റ്റിക്സ് ഇവിടെ ഫോം ചെയ്ത് കഴിയുമ്പോൾ യു ഷുഡ് ഹാവ് എ മൈൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ക്യാൻഡിൽ ഈസ് എ റിജക്ഷണൽ ക്യാൻഡിൽ ഫ്രം ദ ടോപ്പ്. മനസ്സിലായോ? അതായത് ഈ ക്യാൻഡിൽ ഇതിന് മുകളിൽ നമ്മളിത് ഇങ്ങനെ ഇത് ചെയ്തു 1 മിനിറ്റിൻ്റെ, ബിക്കോസ് നമ്മുടെ മേജർ ആക്ടിവിറ്റി വി ആർ പ്ലാനിങ് ഓൺ ദ 1 മിനിറ്റ് ടൈം ഫ്രെയിം. ആൻഡ് യു ഡോണ്ട് ഹാവ് ടൈം ടു ഷിഫ്റ്റ് എവറി മിനിറ്റ്. 3 മിനിറ്റിൽ എന്താവും, 5 മിനിറ്റിൽ എന്താവും, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ആർക്കാണ് നേരം? ബിക്കോസ് നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത്, ട്രേഡ് മാനേജ്മെൻറ്റിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ നോക്കാനുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും ഇങ്ങനത്തെ കാര്യങ്ങളിനകത്ത് നോക്കാൻ സമയമില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ട്രെയിൻ യുവർ ഐസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ക്യാൻഡിൽ വിൽ ബി ഇൻസർട്ടഡ് ഇൻ ടു ദ റെഡ് ക്യാൻഡിൽ, സോ ദാറ്റ് ക്യാൻഡിൽ ബിക്കം എ റിജക്ഷണൽ ക്യാൻഡിൽ. റിജക്ഷണൽ ക്യാൻഡിൽ അല്ല, ഒരു വീക്കുള്ള ഒരു ക്യാൻഡിൽ അവിടെ ഫോം ചെയ്തു എന്ന് മാത്രം ചിന്തിക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ നമ്മൾ ഇനി എന്ത് വരും ഇവിടെ നോക്കാം. റെഡ് ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിലും ഈ 2 ക്യാൻഡിലും കൂടെ. അപ്പോൾ ഇതെത്രയാണ്? 1 മിനിറ്റിൻ്റെ ഇതിൻ്റെ അടുത്ത 1 മിനിറ്റിൻ്റെ 1, 2, 3 മിനിറ്റിൻ്റെ 3 ക്യാൻഡിൽ. അതിനകത്ത് ഇതും ഈ ക്യാൻഡിലും വന്നു. അപ്പോൾ നമ്മൾ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ റെഡ് അല്ലേ കൂടുതൽ പോർഷൻ, അപ്പോൾ ഗ്രീൻ 2 വന്നു. അപ്പോൾ കുറച്ച് ഇവിടുത്തെ ഭാഗം ബേൺ ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ വിക്സ് ഫോം ചെയ്തിട്ടുണ്ട്, വീണ്ടും കുറച്ച് ഭാഗം കിട്ടി. അപ്പോൾ ഫൈനലി വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഫൈനൽ ക്യാൻഡിൽ ഇൻ ദ 5 മിനിറ്റ്സ് അല്ലേ? 5ാമത്തെ മിനിറ്റിൽ നമ്മളുടെ ക്യാൻഡിലിൻ്റെ എന്തായിരിക്കണം? അതിൻ്റെ ആക്ടിവിറ്റി എന്തായിരിക്കണം? അവിടെ പോയി, ഇവിടെ. സോ 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇത് 3 കൂടെ, ഈ 1, 2, 3, 4 ക്യാൻഡിലും കൂടെ കൂടി വരുമ്പോഴത്തേനും അതിനകത്ത് 3 മിനിറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഒരു സിംഗിൾ ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വിത്ത് റിജക്ഷണൽ വിക്ക് ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന കണ്ടോ? സോ ഈ ഒരു ആക്ടിവിറ്റി അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം 1 മിനിറ്റിൻ്റെ ക്യാൻഡിലിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റി യു ഷുഡ് ഹാവ് എ മൈൻഡ്, എൻലാർജ്ഡ് മൈൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആ ക്യാൻഡിൽ 5 മിനിറ്റിലേക്ക് ഫോം ചെയ്യുമ്പോഴത്തേനും എന്താണ് 5 മിനിറ്റിൻ്റെ ആക്ടിവിറ്റി അവിടെ നടന്നിരിക്കുന്നത് എന്ന് നമ്മൾ ഫോർസീ ചെയ്യണം. അതായത് മുന്നോടിയായിട്ട് കാണണം. അത്രേ ഉള്ളൂ, സിമ്പിൾ. മനസ്സിലായോ? 10 പ്രാവശ്യം ഇത് നോക്കി കഴിയുമ്പോൾ ഈ കാര്യം പിടികിട്ടും. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണ്? ചാർട്ടിൽ പോയി കണ്ടുപിടിക്കേണ്ട ഹോംവർക്ക് എന്താണ്? ഇതുപോലെ ഈ ക്യാൻഡിൽ സ്റ്റിക്ക് 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്സ് 3 മാർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ 4 മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ഐഡിയലി ഇവിടെ വരച്ചിടുക. ഒരു ഇതിനകത്ത് ഡ്രോയിങ് ടൂൾ ഉണ്ടല്ലോ, അത് വെച്ച് വരച്ചിടുക. ഇത് 1, 2, 3 ഈ 3 ക്യാൻഡിലും കൂടെ ഒന്നിച്ച് വന്നു കഴിയുമ്പോഴത്തേനും ഫൈനൽ ക്യാൻഡിൽ ഫോർമേഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കുമോ? ഓക്കെ, ഇങ്ങനെ ആയിരിക്കുമോ നിൽക്കുന്നത് എന്നുള്ള, ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കാം. അല്ലെങ്കിൽ ഇത് ഗ്രീൻ ക്യാൻഡിലായിരിക്കും എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അത് ഫൈനലി ഫോം ചെയ്താക്കുന്നത് എന്നുള്ള 3 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി കണ്ടുപിടിക്കുക. അപ്പോൾ അതാണ് നമ്മളുടെ ആക്ടിവിറ്റി. പ്ലസ് നമ്മൾ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നിങ്ങൾ വന്നിട്ട് നോക്കേണ്ടത്, സ്ട്രക്ചറൽ നമ്മൾ നോക്കുമ്പോഴത്തേന് എപ്പോഴും എല്ലാവരുടെയും കൺഫ്യൂഷൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ ടൈം ഫ്രെയിം ദാറ്റ് വി വിൽ പ്ലാൻ ഫോർ ദ എൻട്രി? അപ്പം അത് ഇന്നത്തെ ലെക്ചർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തല്ലോ. വി വിൽ ബി പ്ലാനിങ് ഓൾ ദ ട്രേഡ് സെറ്റപ്പ് ഇൻ ദ 1 മിനിറ്റ്. 1 മിനിറ്റിൽ എന്താണ് നമ്മൾ നോക്കുന്നത്? വെദർ ദിസ് പാറ്റേണിക് മൂവ്മെന്റ്, എ ഹൈ ഈസ് മെയ്ഡ് ആൻഡ് എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ടേക്കൻ ആൻഡ് എ ലോ ഈസ് ടേക്കൻ ആൻഡ് എ റൺ അപ്പ് ടു മിറ്റിഗേറ്റ് ദ എക്സ്റ്റേണൽ ലിക്വിഡിറ്റി ഓർ ദ PD റൈസ് ഓർ ദ പുൾ ബാക്ക് സിനാരിയോ ആൻഡ് യു വിൽ ഗെറ്റ് ഇൻ ടു ദ എൻട്രി. ഇതാണ് നമ്മളെ ട്രേഡ് പ്ലാനിങ്ങിൻ്റെ ഇത്. അപ്പോൾ ഇതിനകത്ത് ചെറിയ കുറച്ച് പോയിന്റ്സ് നമ്മൾ ഇതിനകത്ത് വരുന്ന പോയിന്റ് അല്ല ആക്ച്വലി, ഇത് നമ്മൾ മാർക്കറ്റുമായിട്ട് ശീലിച്ച് പോകുമ്പോൾ ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ഓരോരോ കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ അതെല്ലാം കണ്ട് ചാർട്ടിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പം പിന്നെ വേറൊരു കാര്യം, നമ്മളുടെ ചാനലിൽ ഒത്തിരിയധികം കമൻറ്റ് നമ്മളുടെ ഈ ഡീകോഡിംഗ് മാർക്കറ്റ് 2 നിങ്ങളെല്ലാവരും ഒത്തിരി ഹാപ്പിയോട് കൂടി അത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരധികം സന്തോഷം. അതുപോലെ തന്നെ കീപ്പ് ഓൺ റൈറ്റിംഗ് കമൻറ്റ്സ്. താങ്ക് യു ഗൈസ്, യു ആർ അമേസിങ് ആൾക്കാരാണ് എല്ലാവരും. ഭയങ്കര സന്തോഷമായി എനിക്ക്.
എത്ര നല്ല കമൻറ്റുകൾ, നല്ല കമൻറ്റ് എഴുതുന്നതിൻ്റെ അല്ല, ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് എല്ലാവരും എനിക്ക് തന്നത്. എനിവേ കീപ്പ് ഓൺ റൈറ്റിംഗ് ദ കമൻറ്റ്സ്, ഐ അപ്രീഷിയേറ്റ്. നമ്മൾ ഒരുമിച്ച് വളരുന്നതായിരിക്കും. അപ്പം ഐ വിൽ പുട്ട് മൈ 100% ആൻഡ് യു ഹാവ് ടു പുട്ട് യുവർ 200%. ഓക്കെ, അപ്പം എന്നെ നിരാശപ്പെടുത്താതെ നിങ്ങൾ എൻ്റെ മുന്നിൽ ഓടിക്കയറണം. അതാണ് എൻ്റെ അൾട്ടിമേറ്റ് എയിം. താങ്ക് യു വെരി മച്ച് ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ.